ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് തരം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ്. ഒന്നൊരു സ്വീറ്റാണ്, അതായത് ബ്രെഡ് കോക്കനട്ട് ബോളാണ്. രണ്ടാമത്തേത് ഒരു സ്പൈസി ആയിട്ടുള്ള പഫ്സ് പോലെയാണ്. എഗ്ഗൊക്കെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പഫ്സ് പോലെയാണ്. ആദ്യം തന്നെ ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മിക്സിയിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതാ ഇവിടെ നല്ലപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുന്ന സമയത്ത് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 10 കാഷ്യൂ ചെറുതായി നുറുക്കിയത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരി ചേർക്കാം. ഇവിടെ മക്കൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ലെന്ന് മാത്രം. ഇതിന് കൂടെ വേണമെങ്കിൽ ബദാമും ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ചെറുതായി റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചേർക്കാം. ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇതാ ഇവിടെ തേങ്ങയും റെഡി ആയിട്ടുണ്ട്, ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയിലേക്ക് ബ്രെഡ് ക്രംസ് എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഈ പഞ്ചസാരയുടെ തേങ്ങയുടെ ആ നനവിൽ തന്നെ ബ്രെഡ് ക്രംസ് എല്ലാം ചേർന്ന് നല്ലപോലെ കുഴഞ്ഞു കിട്ടും. ആ സമയത്ത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു അളവിൽ തന്നെ 4 ബ്രെഡ് വെച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 3 ബ്രെഡ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് മാത്രം. എനിക്ക് ഈ ഒരു അളവിൽ 10 ബോൾസ് ആക്കി എടുക്കാനാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്ത പഫ്സ് ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 1.5 സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് സവാളയാണെങ്കിൽ 2 എണ്ണം വേണ്ടി വരും. 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇവയെല്ലാം ചെറുതായി മുറിച്ച് വെച്ചതാണ്. ഇനി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടായാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇതും നന്നായി യോജിപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വേണം പൊടികൾ ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കാൻ. അവസാനം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ളത് ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർക്കാം. 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുത്ത് മാറ്റി വെക്കാം.
ഇതിലേക്ക് ഞാൻ 3 എഗ്ഗ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് 4 കഷ്ണമാക്കി മുറിച്ച് വെച്ചതാണിത്. അതുപോലെ ബ്രെഡ് സൈഡെല്ലാം കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ സൈഡ് കളഞ്ഞെടുത്തത് ആരും ഒഴിവാക്കരുത്. ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്ത കിച്ചൺ ടിപ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, എല്ലാവരും നോക്കണം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം. എന്നിട്ട് അതിൽ നല്ലപോലെ നെയ്യ് തടവി കൊടുക്കണം. സൈഡിലും അടിയിലുമെല്ലാം നല്ലപോലെ നെയ്യ് തടവി കൊടുക്കാം. ഇതിലേക്ക് ഓരോ ബ്രെഡിൻ്റെ പീസും എടുത്ത് എഗ്ഗിൻ്റെ കൂട്ടിൽ മുക്കിയതിന് ശേഷം അടിയിൽ നല്ലപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എഗ്ഗിൻ്റെ മിക്സിൽ മുക്കിയെടുക്കുന്ന സമയത്ത് നന്നായി ഡിപ്പ് ചെയ്യരുത്, ചെറുതായി ഒന്ന് കോട്ട് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ അടിഭാഗം മൊത്തം നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കാം. എത്ര പീസ് ബ്രെഡ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഓരോരുത്തർ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് മാറാം. സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കി ബ്രെഡ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നല്ലപോലെ എല്ലാ സൈഡിലും ഒരേപോലെ ആവുന്ന രീതിയിൽ കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗ് ഓരോന്നായി വെക്കാം. നിങ്ങൾക്ക് എഗ്ഗ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 എണ്ണം മാത്രമേ പുഴുങ്ങിയെടുത്തിട്ടുള്ളൂ. എഗ്ഗും ഇതേപോലെ നിരത്തിയതിന് ശേഷം താഴെ വെച്ച പോലെ തന്നെ ബ്രെഡ് എഗ്ഗിൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം മുകളിലും വെച്ച് കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ബ്രെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കണം. ആവശ്യമാണെങ്കിൽ ബ്രെഡിൻ്റെ ചെറിയ പീസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എഗ്ഗ് മിക്സ് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ അധികം മിക്സ് ബാക്കിയായിട്ടില്ല. ഇതിനെ അടച്ചു വെച്ച് ഇനി വേവിച്ചെടുക്കാം. ഇനി സ്റ്റൗവിലേക്ക് മാറ്റാം. ആദ്യം തന്നെ ഒരു പഴയ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പാത്രം വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനാണ്. ഇനി ഇത് ചെറിയ തീയിൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ ഫ്രൈ പാനിൽ നെയ്യ് തടവാൻ മറക്കരുതേ. ഇനി ഇങ്ങനെ ഒരു 4 മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാ ഭാഗം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. എല്ലാവരും ഈ പോള ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് ഉപയോഗിച്ച് ഈ 2 സ്നാക്സും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.